CPM സംസ്ഥാന സെക്രട്ടറിയും വനമന്ത്രിയും പറയുന്നത് ഇതൊരു ആസൂത്രിതമായ സംഭവമാണെന്നാണ് പറയുന്നത്. അത്ര ഷാർപ്പായിട്ടാണ് അവർ ഇതിനെ പ്രതികരിക്കുന്നത്. ഈ പ്രതിയുടെ ഫോൺ രേഖകളടക്കം പരിശോധിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് നല്ല കാര്യമാണ്, അന്വേഷിക്കണം. അതിന് ഇത് കാലയെക്കുട്ടി പ്ലാൻ ചെയ്തതാണെന്നൊക്കെ മന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു അപകടമുണ്ട്, ഒരു കുഞ്ഞ് അനന്തു. ആ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ആ മരണം സംഭവിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തി ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതിനു പകരം ഇത് കുറ്റാരോപണം UDFന് മണ്ടയ്ക്ക് കെട്ടിവെച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഏറെയാണ്. ആ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഇവിടെ ഒരു മോചനം ഉണ്ടാകണം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിച്ചിട്ടുള്ളത്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി മന്ത്രി ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് പറയുന്നത് ഒരു തികച്ചും ന്യായമായ കാര്യമല്ല എന്ന് മാത്രമാണ് എനിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ പറഞ്ഞത്. ഇത് ഭരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണ്. ഇവര് സ്ഥാനാർത്ഥിയുമായി അടുത്ത ബന്ധമാണുള്ളത്, UDF സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു സംശയകരമായ സാഹചര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, ആ സംശയങ്ങളൊക്കെ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. ആ അന്വേഷണത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ, പക്ഷെ അത് പുറത്തു വരണം. അതല്ലാതെ രഹസ്യമായി കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ആളുകൾ അറിയണം, ജനങ്ങൾ അറിയണം. കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ജനങ്ങളെ ഒന്ന് മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ നയമാണ്. ഇപ്പം വിനീഷിന്റെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കണം. ഏറ്റവും അവസാനം വന്ന ഫോൺ കോളുകൾ ഏത് നമ്പറിൽ നിന്നാണ്, ആരിൽ നിന്നാണ് പരിശോധിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ആരോപണം ആയി ഉണ്ടായിരുന്നത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് UDF കൺവീനർ പറയുന്നത്.